എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടൻ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു അതും മാങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. കുറച്ച് ചീരയും കൂടി ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. നമുക്ക് ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണ്. ഇതേ നോക്കിക്കോ, ചീര, മാങ്ങ, പിന്നെ കാന്താരി മുളക്. അതായത് ചീര നല്ലതുപോലെ കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മാങ്ങയും തൊലി ചെത്തിക്കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടെടുത്തു. കാന്താരി മുളകെടുത്തു. ഉള്ളി എടുത്തു, ഒരു 3-4 ചെറിയ ഉള്ളി. അതെ, ചക്കക്കുരുവിൻ്റെ പുറത്തെ ഇതൊക്കെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. അതെ, അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ചക്കക്കുരു മുങ്ങിക്കിടക്കണ തരത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഒപ്പം തന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതലാണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4 കാന്താരി മുളക്, ഒരു 4 ചെറിയ ഉള്ളി. ഇത്രയും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെണ്ണ പോലൊന്നും വേണ്ട, പക്ഷേ ഒരുവിധം അരയും വേണം. അതവിടെ അരച്ച് മാറ്റി വയ്ക്കാം. ദേ, ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാങ്ങ കഷ്ണങ്ങളാണ്. മാങ്ങയ്ക്ക്, അതായത് ഞാൻ മാങ്ങ ആദ്യം ഇടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചക്കക്കുരു ഒന്ന് വെന്തിട്ട് മാങ്ങ ഇടാമെന്ന് വെച്ചു. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും മുളക് പൊടി, ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യാനുസരണം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതവിടെ ആ മാങ്ങ ഒന്ന് വെന്തോട്ടെ. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ല പെട്ടെന്ന് വേവണ ഒരു മാങ്ങയാണിത്. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചീരയാണ്. ചീരയുടെ ഇലയും തണ്ടും കൂടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അധികം തണ്ടെടുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് ചീര കഴുകി കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് പെട്ടെന്ന് വെന്തോളും, ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. അപ്പം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അരപ്പ് മാത്രം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറ് കൂടി കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇരുന്നൊന്ന് കുറുകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിന് ഉപ്പും എരിവുമൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. ഒന്നുകൂടി തിളച്ചാൽ മതി. നമ്മുടെ കറി റെഡിയാണ്. പിന്നെ നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തിട്ടാൽ മതി. നമ്മൾ ചീര ചേർത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു റെഡ് കളർ കൂടിയുണ്ട്. കണ്ടോ, നേരത്തെ നല്ല മഞ്ഞ കളറിലൊക്കെ ഇരുന്നതാണ്. ഇപ്പോൾ ആ ചീരയുടെ ഇതുകൂടി കളർ കൂടി വന്നിട്ട് ഒരു നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, ഇത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും. ചീരയും ചക്കക്കുരു ഇപ്പം നല്ലതാണെന്നൊക്കെ, ചക്കയുടെ എല്ലാം നല്ലതാണെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാങ്ങയും വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മൂത്ത് നിന്നപ്പോൾ അതിലേക്ക് കടുകും ഒരു നുള്ളു ഉലുവയും 2 വറ്റൽമുളകും ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അതും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ഊണ് കഴിക്കണമെങ്കിൽ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും.
എങ്കിലും ഞാനൊന്ന് പറയുകയാണ്, നല്ല ചക്കക്കുരുവും ചീരയും ഒക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.